യേശുവിൽ സ്നേഹമുള്ളവരെ, ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധർ സ്വർഗം തിരഞ്ഞെടുത്തിട്ടുണ്ട്. മരണശേഷം അവർ സ്വർഗം സ്വീകരിക്കുകയായിരുന്നു. യേശുവിനെ എല്ലാവരിലും അധികമായി അവർ സ്നേഹിച്ചു. നിത്യത മാത്രം സ്വപ്നം കണ്ടു. നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും കാണാനും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനും അത് പ്രാവർത്തികമാക്കാനും വിശുദ്ധർ എന്നും ശ്രദ്ധിച്ചിരുന്നു, അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്നു. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയായ കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുന്ന നല്ല ദിവസമാണെന്ന് എല്ലാ ശാലോം കൂട്ടുകാർക്കും മദർ തെരേസയുടെ തിരുനാളിൻ്റെ നല്ല ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. മദർ സ്വർഗത്തിലിരുന്ന് ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായും ജീവിച്ചിരുന്നപ്പോൾ സ്വർഗം സ്വപ്നം കാണുകയും ആ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കുഞ്ഞുനാൾ മുതൽ അവസാന ശ്വാസം വരെയും അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മദർ തെരേസ. ഒരിക്കൽ തൻ്റെ ആത്മീയ ഉപദേഷ്ടാവായിരുന്ന ഫാദർ ജോസഫ് നോയനർ SJക്ക് വിശുദ്ധ മദർ തെരേസ എഴുതിയ കത്തിലെ ഏതാനും വരികൾ ഓർക്കുകയാണ്. ഇങ്ങനെയാണ് എഴുതിയത്: ഞാൻ എന്നെങ്കിലും ഒരു വിശുദ്ധയാകുകയാണെങ്കിൽ ഞാൻ ഇരുട്ടിൻ്റെ വിശുദ്ധയായിരിക്കും. അങ്ങനെ അറിയപ്പെടാനാണ് ഞാൻ ഇഷ്ടപ്പെടുക. സ്വർഗത്തിൽ എല്ലാ സൗഭാഗ്യവും ഞാൻ അനുഭവിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറത്തേക്ക് വരും. ഭൂമിയിൽ ഇരുളിൽ കഴിയുന്ന എല്ലാ മക്കളെയും സ്വർഗത്തിൻ്റെ സന്തോഷം പങ്കുവെച്ചു കൊടുക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിൽ നിന്ന് വെളിയിലേക്ക് വരും. എൻ്റെ വലിയ ആഗ്രഹം അതുതന്നെയാണ്. ആത്മീയ തലത്തിൽ ഒരുപാട് ഉയർന്നിട്ടുള്ളവർക്കും ആത്മീയ പൂർണ്ണത കൈവരിച്ചിട്ടുള്ളവർക്കും മാത്രമേ ഇങ്ങനെ ചിന്തിക്കാനും ഇങ്ങനെ എഴുതുവാനുമൊക്കെ സാധിക്കത്തുള്ളൂ. മദർ തെരേസ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു വലിയ ആഗ്രഹം, വേദനിക്കുന്ന, സഹിക്കുന്ന, ഒറ്റപ്പെട്ട് കഴിയുന്ന ഏതൊരു സഹോദരനെയും സഹോദരിയെയും കണ്ടാൽ അവരെ യേശുവിലേക്ക് നയിക്കുക, അവരെ യേശുവിൻ്റെ സ്വന്തമാക്കി മാറ്റുക, അവർക്ക് മുഴുവനും തൻ്റെ യേശുവിൻ്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുക. ഈ ഒരൊറ്റ ഉദ്ദേശമേ മദർ തെരേസയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് തൻ്റെ ജീവിതം മുഴുവനും മദർ മാറ്റിവെച്ചത്. ഓരോ നിമിഷവും ആരോഗ്യം മറന്ന്, സമയം മറന്ന്, രാവേത് പകലേത് ചിന്തിക്കാറില്ല. തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുകയായിരുന്നു മദർ തെരേസ. 18 വയസ്സായപ്പോൾ ഒരു മിഷനറിയാകാൻ, സന്യാസിനിയാകാൻ വലിയ ആഗ്രഹം മനസ്സിൽ വന്നപ്പം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു: അമ്മേ, ഒരു മിഷനറി ആകാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്, സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ്. അമ്മ ഈ ഒരു അഭിപ്രായം കേട്ട അന്ന് ഒരു ദിവസം മുഴുവൻ മുറിക്കുള്ളിൽ കയറി വാതിലടച്ച് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ മകളുടെ ഈ ചിന്ത, ഈ ഒരു ആഗ്രഹം, ഇത് ദൈവികമാണോ, ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ തിരിച്ചറിയാൻ കൃപ തരണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ആ അമ്മയുടെ മനസ്സിൽ നിന്ന് ഉയർന്നത്. ഒരു ദിവസം മുഴുവനും അമ്മ പ്രാർത്ഥിച്ചിട്ട് മുറിക്ക് പുറത്ത് വന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ട മകളെ വിളിച്ചിട്ട് പറഞ്ഞു: മോളെ, ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവം നിന്നെ വിളിക്കുന്നു എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കൊള്ളുക. അമ്മ പൂർണ്ണമായ സമ്മതം മദർ തെരേസയ്ക്ക് കൊടുക്കുകയാണ്. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന ദിവസം അമ്മയും സഹോദരങ്ങളുമൊക്കെ യാത്രയാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ധൈര്യമായിട്ട് വീട്ടിൽ നിന്ന്. അതുവരെയും സ്വന്തമെന്ന് കരുതിയിരുന്ന, ഒരുപാട് സ്നേഹിച്ചിരുന്ന തൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവൻ വേണ്ട എന്ന് വെച്ച് മാറ്റി നിർത്തി യേശുവിൻ്റെ കരം പിടിച്ചിട്ട് ഇറങ്ങിത്തിരിച്ച മദർ തെരേസ പിന്നീട് ഒരിക്കലും തൻ്റെ അമ്മയെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അമ്മ മരിച്ചിട്ട് പോലും ഒന്ന് കാണാൻ മദർ തെരേസയ്ക്ക് സാധിച്ചിട്ടില്ല. സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു അന്ന്. മദർ തെരേസ ഉപേക്ഷയുടെ ഒരു ജീവിതം നയിച്ചിട്ടുണ്ട്. എന്തിനേയും ഉപേക്ഷിക്കാൻ വലിയ ധൈര്യമായിരുന്നു. എത്ര സ്നേഹമുള്ള ഒരു മേഖലയാണെങ്കിലും, എത്ര ആത്മാർത്ഥതയുണ്ടെന്ന് കരുതുന്നവരാണെങ്കിലും, എത്ര വലിയ പ്രിയപ്പെട്ടത് എന്ന് കരുതിയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അതിനെ അങ്ങ് മാറ്റി നിർത്തേണ്ടതാണെങ്കിൽ, കർത്താവ് അത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മാറ്റി നിർത്താൻ, ഉപേക്ഷയുടെ ഒരു ജീവിതം നയിക്കാൻ മദർ തെരേസയ്ക്ക് എളുപ്പത്തിൽ കഴിയുമായിരുന്നു. ഉപേക്ഷയുടെ ഒരു ജീവിതം സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വലിയ
തിരഞ്ഞെടുപ്പായിട്ട് മദർ തെരേസ മാറ്റുകയായിരുന്നു. സ്വർഗത്തിലേക്ക് തനിക്ക് എത്തിച്ചേരാൻ ഈ ഉപേക്ഷ തനിക്ക് ആവശ്യമുണ്ടെന്ന്, സമ്പൂർണ്ണമായിട്ടുള്ളൊരു ഉപേക്ഷ. ആത്മീയ ജീവിതത്തിൻ്റെ വലിയൊരു അടിത്തറയാണല്ലോ അത്. ആത്മീയ ജീവിതം പടുത്തുയർത്തുമ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ട ഒരു പുണ്യമാണല്ലോ അത്. കർത്താവ് വേണ്ട എന്ന് പറയുന്നതിനെയൊക്കെ മാറ്റി നിർത്താൻ, കർത്താവ് ഇനി അത് ആവർത്തിക്കരുത് എന്ന് പറയുന്നതിനെ മുഴുവനും മാറ്റി നിർത്താൻ ആവശ്യപ്പെടുകയാണ് വിശുദ്ധരിലൂടെയെല്ലാം. വിശുദ്ധര് ഓരോരുത്തരും നമുക്ക് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കോറിയിട്ട് തരുന്ന നല്ലൊരു ചിന്ത കൂടിയാണ്. ജീവിതത്തിൻ്റെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ടത്, ഏറ്റവും മൂല്യമുള്ളത് എന്നൊക്കെ കരുതി നമ്മൾ മുറുകെ പിടിക്കുന്ന പലതിനെയും ഉപേക്ഷിക്കാനുള്ള വലിയൊരു ആഗ്രഹം കർത്താവ് ഈ സമയം നമുക്ക് തരികയാണ്. മദർ തെരേസ കോൺവെൻറ്റിൽ ചേർന്നു. ലോററ്റോ കോൺവെൻറ്റിൽ 20 വർഷത്തോളം കഴിഞ്ഞപ്പോഴാണ് തൻ്റെ വിളിക്കുള്ളിലെ വിളി തിരിച്ചറിഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കാൻ വീണ്ടും നിർബന്ധിതയാവുകയാണ്. സത്യത്തിൽ തൻ്റെ ഡയറി കുറിപ്പിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കോൺവെൻറ്റ് വിട്ടു പോകുക എന്നുള്ള കാര്യം കണ്ണുകളെ നിറയ്ക്കുകയാണ്. ചങ്കുപൊട്ടുന്ന വേദന തോന്നുകയാണ്. പക്ഷേ വിളിച്ച ദൈവത്തോടുള്ള വിശ്വസ്തതയും വിളിച്ച ദൈവത്തോട് പ്രത്യുത്തരിക്കാനുള്ള വലിയ ആവേശവും വലിയ ആഗ്രഹവും എല്ലാത്തിനെയും അതിജീവിക്കാൻ ഒരു കരുത്ത് മദർ തെരേസയ്ക്ക് പ്രദാനം ചെയ്യുകയായിരുന്നു. മാർപ്പാപ്പായുടെ അനുവാദമൊക്കെ ലഭിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് പാവങ്ങളുടെ കൂടെ ജീവിക്കാൻ, കന്യകാലയത്തിന് വെളിയിൽ ജീവിക്കാൻ ഞാൻ സിസ്റ്റർ തെരേസയെ അനുവദിക്കുന്നു എന്നുള്ള മാർപ്പാപ്പയുടെ രേഖാമൂലമുള്ള അനുവാദമൊക്കെ കിട്ടിയതിന് ശേഷം 20 വർഷത്തോളം താമസിച്ച ലൊറേറ്റോ ഭവനത്തിൽ നിന്ന് തന്നെ ഒരുപാട് സ്നേഹിച്ച്, തന്നെ ഒരുപാട് സംരക്ഷിച്ച്, കൈപിടിച്ച് വളർത്തി വലുതാക്കിയ, അല്ലെങ്കിൽ കൃപയിലേക്ക് നയിച്ചിട്ടുള്ള തൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊക്കെ വിട പറഞ്ഞ് കർത്താവ് കാണിച്ചു തരുന്ന വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോൾ മനസ്സിൽ ആകുലതകൾ ഉണ്ടായിട്ടുണ്ട്, ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് മനസ്സിൽ. എവിടേക്ക്, എങ്ങനെ, ആരുണ്ടാവും കൂടെ, എങ്ങനെ കാര്യങ്ങൾ ചെയ്യും, തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുമോ, തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റുമോ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് മുന്നേറാൻ കഴിയുമോ? ഒരുപാട് ചിന്തകൾ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും പ്രിയപ്പെട്ട സഹോദരിമാരെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ആശ്ലേഷിച്ച് നിറകണ്ണുകളോടെ ലൊറേറ്റോ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മദർ തെരേസയുടെ മനസ്സിൽ നിറയെ ധൈര്യം ഉണ്ടായിരുന്നു, ഹൃദയം നിറയെ സ്നേഹം ഉണ്ടായിരുന്നു, ആഴത്തിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. തന്നെ വിളിച്ചവൻ കൈവിടില്ല എന്ന്, തന്നെ വിളിച്ചവൻ എപ്പോഴും കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഉപേക്ഷ ഒരിക്കൽ കൂടെ ആഴപ്പെടുകയാണ്. താൻ അതുവരെയും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന തൻ്റെ കണക്ക് കൂട്ടലുകളും തൻ്റെ പദ്ധതികളും തൻ്റെ പ്ലാനുകളും എല്ലാം മാറ്റിവെക്കുകയാണ്. കുഞ്ഞുനാൾ മുതൽ മിഷനറി ആകണമെന്ന് ആഗ്രഹിച്ചു, കോൺവെൻറ്റിൽ ചേർന്നു. 20 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്ലാനുകൾ മാറുകയാണ്, വീണ്ടും തകിടം മറിയുകയാണ്. കർത്താവ് പുതിയ പദ്ധതിയിലേക്ക്, പുതിയൊരു കാൽവെപ്പിലേക്ക് മദർ തെരേസയെ നയിക്കുകയാണ്. ധൈര്യമായി കർത്താവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുകയാണ്. വീണ്ടും നമുക്കറിയാം, മദർ തെരേസയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് എപ്പോഴും കാണാൻ കഴിയും കഠിനമായിട്ടുള്ള ഏകാന്തതയുടെ ദുഃഖമൊക്കെ, ഏകാന്തതയുടെ വേദനയൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് മദർ തെരേസ. ഏകാന്തതയുടെ തടവറയിൽ കഴിഞ്ഞ നാളുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ലൊറേറ്റോ ഭവനത്തിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് 1-2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ആത്മീയ ഉപദേഷ്ടാവ് ബഹുമാനപ്പെട്ട അച്ഛൻ മറ്റ് സുഹൃത്തുക്കളോട് കൂടിയിട്ടൊക്കെ ഈ മദർ തെരേസയ്ക്ക് വേണ്ടിയിട്ട് താമസ സൗകര്യമൊക്കെ അന്വേഷിക്കുകയാണ്. ഒടുവിൽ മൈക്കിൾ ഗോമസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ഭവനം കണ്ടെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ 3-ാം നില ഈ മദർ തെരേസയ്ക്ക് താമസിക്കാൻ വിട്ടുകൊടുക്കുകയാണ്. വാടകയൊന്നും വേണ്ട, അവരങ്ങനെ പറഞ്ഞത്, ഒരു വാടകയും തരണ്ട, സന്തോഷമായിട്ട് 3-ാം നില ഒരു കോൺവെൻറ്റ് പോലെ തന്നെ അവരുപയോഗിച്ചു കൊള്ളട്ടെ എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ സന്നദ്ധത അവർ പ്രകടിപ്പിക്കുകയാണ്. മദർ തെരേസ ആ ഭവനത്തിൽ താമസം ആരംഭിക്കുകയാണ്. 3-ാം നിലയിൽ ഒരു മുറിയേ ഉള്ളൂ, വിശാലമായിട്ടുള്ള മുറിയാണ്. ഇരുവശത്തും നല്ല വീതിയുള്ള വരാന്തകളും. ഒറ്റയ്ക്ക് ആ മുറിയിൽ ആദ്യമായിട്ട് വന്ന ആ ദിവസമൊക്കെ ഇരുന്നപ്പം മനസ്സിൽ വല്ലാതെ ഓർത്തുപോയി. താൻ സ്നേഹിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരമൊക്കെ കേട്ടിരുന്ന സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യമൊക്കെ അനുഭവിച്ചിരുന്ന ലൊറേറ്റോ ഭവനത്തിൽ എന്തോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ആർത്തുല്ലസിച്ച് ചിരിച്ചു കളിച്ച് നടന്ന ആ ദിവസങ്ങളും അത്താഴത്തിന് ശേഷം ഉല്ലാസത്തിൻ്റെ സമയവും അതൊക്കെ ഓർമ്മയിലേക്ക് ഇങ്ങോട്ട് വരികയാണ്.
അതിന് ശേഷമുള്ള സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റിലൊക്കെ താമസിച്ച ആ സമയവും അതൊക്കെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. വല്ലാത്തൊരു ഏകാന്തത, കഠിനമായിട്ടുള്ളൊരു ഏകാന്തത മനസ്സിൽ അനുഭവപ്പെടുകയാണ്. തൻ്റെ ഡയറി കുറിപ്പിൽ ഇങ്ങനെ മദർ തെരേസ എഴുതി വെച്ചു: എന്തൊരു കഠിനമായിട്ടുള്ള ഏകാന്തതയാണ് ഇന്ന് ഞാൻ അനുഭവിക്കുക. എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു. എത്ര നാളെനിക്കിത് സഹിക്കേണ്ടി വരും? എഴുതി വച്ചിരിക്കുകയാണ്. തൻ്റെ ആത്മീയ പിതാവിന് എഴുതിയ കത്തിൽ വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്: എത്ര നാള് ഞാനിങ്ങനെ സഹിക്കേണ്ടി വരും അറിയില്ല. വീട് വെഞ്ചരിക്കാൻ ബഹുമാനപ്പെട്ട അച്ഛൻ വന്ന് വെഞ്ചരിക്കുന്ന സമയം അറിയാതെ കണ്ണുകൾ നിറഞ്ഞുപോയി. എല്ലാവരും കണ്ടു എൻ്റെ ബലഹീനത. എൻ്റെ കണ്ണ് എളുപ്പം നിറഞ്ഞു പോയത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ടു. അത്രയേ ഉള്ളൂ ഞാൻ. എനിക്ക് ധൈര്യം വളരെ കുറവാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എളിമയോടെ എഴുതിയ കത്തിലെ വരികൾ ഇന്നും നമുക്ക് ശ്രദ്ധേയമാണ്. എത്രയോ അവസരങ്ങളിൽ നമ്മളും കണ്ണു നിറഞ്ഞിട്ടില്ലേ? നമ്മുടെയും മനസ്സ് വേദനിച്ചിട്ടില്ലേ? ആരുമില്ലാന്നും സഹായിക്കാനും കൂടെ നിൽക്കാനും ഒരു ഉപദേശം തരാനോ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയാനോ ആരുമില്ലാത്ത എത്രയോ അവസരങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധരെല്ലാവരും തന്നെ സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ ജീവിതം ഒരുക്കത്തിൻ്റെ ദിനങ്ങളായി, ഒരുക്കത്തിൻ്റെ നാളുകളായി കണ്ടിട്ടുള്ളവരാണ്. കഠിനമായിട്ടുള്ള ഏകാന്തതയും ഒറ്റപ്പെടലും വേദനകളും സഹനവും ഒക്കെ അനുഭവിക്കുമ്പോൾ അവരൊരിക്കൽ പോലും പിന്മാറിയിട്ടില്ല. അവരൊരിക്കൽ പോലും പിന്നിലേക്ക് തിരിയാൻ തീരുമാനിച്ചിട്ടില്ല. നിശ്ചയദാർഢ്യത്തോടെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ക്രിസ്തുവിനെ മാത്രം മുന്നിൽ കണ്ടിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. എത്രയോ അവസരങ്ങൾ മദർ തെരേസ ഒരു നിമിഷം പോലും ഞാൻ ഇട്ടിട്ട് പോവാണ്, എന്നെക്കൊണ്ട് പറ്റുകയില്ല, ഞാൻ പിന്തിരിഞ്ഞു പോവാണ് ചിന്തിച്ചിട്ടേയില്ല. ഏതൊരു തീരുമാനത്തോടെ തൻ്റെ ഭവനം ഇട്ടിട്ട് 18ാമത്തെ വയസ്സിൽ ഇറങ്ങി തിരിച്ചുവോ അതേ നിലപാടിൽ തന്നെ, അതേ ശക്തമായ ദൈവത്തോടുള്ള സ്നേഹത്തിൽ തന്നെ നിലകൊള്ളുകയാണ്. ഒരിക്കൽ പോലും ഈശോയെ ഇട്ടിട്ട് പോവാൻ ചിന്തിച്ചിട്ടേയില്ല. കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ, കൂടുതൽ വേദനകൾ നിറഞ്ഞ സാഹചര്യത്തിലേക്ക് മദർ തെരേസ നടന്നു നീങ്ങുകയാണ്. ഓരോ ദിവസവും ഒന്നുമില്ല കൈവശം, ഒരു 5 രൂപ നോട്ട് മാത്രം, അത്യാവശ്യം നിത്യോപയോഗ സാധനങ്ങൾ ഒരു കൊച്ചു ബാഗിലെടുത്തിട്ട് അത് മാത്രം കൊണ്ടിട്ടാണ് ഇറങ്ങിയത്. വേറെ ഒന്നും, കിടക്കാൻ എവിടെയാ സ്ഥലം, ആരുണ്ട് കൂടെ, ഒന്നും അറിയത്തില്ല. അങ്ങ് ഇറങ്ങി തിരിച്ചു, ധൈര്യമായിട്ട് ഇറങ്ങി. അബ്രാഹമൊക്കെ ഇറങ്ങിയ പോലെ തന്നെ മദർ തെരേസ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഈ ജീവിതയാത്രയിൽ ഏകാന്തതയും ഒറ്റപ്പെടലും കൂട്ടുകാരെ പോലെ ഉണ്ടായിരുന്നു. കൂട്ടുകാരെ പോലെ സന്തത സഹചാരികളായി എപ്പോഴും ഇടത്തും വലത്തും നിൽക്കാൻ ഈ ഏകാന്തതയും ഈ ഒറ്റപ്പെടലും ഒക്കെ ധാരാളം. നമ്മുടെയും ആത്മീയ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുവരെയും സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചവർ, കൂടെ ഉണ്ടാകും എന്ന് കരുതിയവർ, ഏറെ നമ്മൾ സ്നേഹിച്ചവർ, ഏറെ നമ്മൾ സഹായിച്ചവർ ആരും കാണണമെന്നില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു വേദനയുടെ നിമിഷങ്ങളിൽ ഈ സഹായിക്കുമെന്ന് കരുതിയവരും സ്നേഹം ഏറ്റുവാങ്ങിയവരൊക്കെ നമ്മളെ ഇട്ടിട്ട് പോകാം. ആരും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല. മദർ തെരേസ സ്വർഗത്തിലിരുന്ന് ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെ സഹായിക്കാൻ ഏത് സാഹചര്യത്തിലും ഈശോയുടെ കൂടെ മാത്രം നിൽക്കാൻ മദർ തെരേസ സന്നദ്ധയാണ്. കാരണം ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളെ ഒരുപാട് അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ഏതൊരു സാഹചര്യത്തെയും മദർ തെരേസ അഭിമുഖീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വേദനകളും നമ്മുടെ നൊമ്പരങ്ങളും ഒക്കെ എളുപ്പം വായിച്ചറിയാൻ മദറിന് കഴിയും, എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. ഏതൊരു സാഹചര്യം ആയിക്കൊള്ളട്ടെ, നീ പറഞ്ഞുകൊള്ളുക, മദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ഈശോയോട് പ്രാർത്ഥിക്കണം, അമ്മ വരും നമ്മുടെ അടുത്ത് സഹായിക്കാൻ. മദർ നമുക്ക് വേണ്ടിയിട്ട് ഈശോയുടെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. ആ ഹൃദയത്തിൽ മുഴുവനും സ്നേഹമായിരുന്നു. എന്തേറെ സ്നേഹമായിരുന്നു ആ മനസ്സിൽ മുഴുവൻ. പുതിയ ജീവിത രീതി ആരംഭിച്ചിട്ട് മുഴുവൻ സമയവും എന്ന പോലെ പാവങ്ങളുടെ കൂടെയായിരുന്നു. രാവും പകലും ദിവ്യകാരുണ്യനാഥൻ്റെ അരികിൽ നിന്ന് ശക്തി സംഭരിച്ച് മണിക്കൂറുകൾ ഈശോയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ശക്തി നേടിയിട്ട് ഇറങ്ങും പാവങ്ങളുടെ അരികിലേക്ക്. ഭക്ഷണം പലപ്പോഴും കഴിക്കാറില്ല, ഒന്നിരിക്കാൻ പോലും സമയം കിട്ടാറില്ല. വിശ്രമം എന്താണെന്ന് മദറിന് അറിയത്തില്ല. ചൂടാണോ തണുപ്പാണോ മഴയാണോ വെയിലാണോ വിശ്രമമുണ്ടോ ഇതൊന്നും വിഷയമല്ല. ഇറങ്ങുകയാണ് പാവങ്ങളുടെ അരികിലേക്ക്. പലപ്പോഴും അമ്മ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ജനങ്ങൾ ഓടി അടുത്തേക്ക് വരും. അമ്മ എന്ന് വിളിച്ചിട്ടാണ് അവർ ഓടി വരിക. ഒരമ്മയെ കാണുകയാണ്. ഒരമ്മയുടെ സ്നേഹം നുകർന്നെടുക്കാൻ അവർക്ക് സാധിക്കുകയാണ്. മദറിൻ്റെ ജീവിതത്തെ എപ്പോഴും സംതൃപ്തിയിലേക്കും എപ്പോഴും ഒരു ശക്തിയിലേക്കുമൊക്കെ നയിച്ചിട്ടുള്ളത് ഈ പാവങ്ങളുടെ സ്നേഹവും അവരുടെ ആ സന്മനസ്സും
അവരുടെ നിഷ്കളങ്കതയുമൊക്കെ അവരുടെ സഹനത്തിൻ്റെ ആധിക്യമൊക്കെ മദറിനെ വീണ്ടും വീണ്ടും പ്രവർത്തന നിരതയാക്കുകയായിരുന്നു. ഒരിക്കൽ യുനെസ്കോ പുരസ്കാരം സ്വീകരിച്ചിട്ട് അനുമോദന ചടങ്ങ് ഒരു സംഘടന സംഘടിപ്പിച്ചപ്പോൾ ആ അനുമോദന ചടങ്ങിൽ വലിയ വിശിഷ്ടാതിഥികളൊക്കെ ഉണ്ട്, മുഖ്യാതിഥികൾ എല്ലാവരും ഉണ്ട്. അങ്ങനെയുള്ള ആ ഒരു സമ്മേളനത്തിൽ മറുപടി പ്രസംഗം പറയാൻ മദർ തെരേസ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒരു സംഭവം ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരു ദിവസം സന്ധ്യയ്ക്ക് മണിയടിച്ചു. കോൺവെൻറ്റിൽ മണിയടിക്കുന്ന കേട്ടപ്പോൾ മദർ തന്നെ ചെന്നിട്ട് വാതിൽ തുറക്കുകയാണ്. നോക്കിയപ്പം ഒരു പാവപ്പെട്ട മനുഷ്യൻ വിറച്ച് ഇങ്ങനെ എല്ല് മാത്രമേ ഉള്ളൂ, എല്ലും തൊലിയും മാത്രമേ ഉള്ളൂ, ആകെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ വിറച്ച് കൈയൊക്കെ കൂപ്പി നിൽക്കുകയാണ്. എന്തേ വന്നത് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഞാൻ അമ്മയെ കാണാൻ വന്നതാണ്. എന്തിനാണാവോ എന്ന് ചോദിക്കാൻ മദർ തുനിഞ്ഞില്ല. അതിനു മുമ്പേ മദർ അകത്തേക്ക് പോയിട്ട് ഒരു പുതപ്പ് എടുത്തുകൊണ്ട് വരികയാണ്. കഴിക്കാൻ അല്പം ഭക്ഷണവും കൊണ്ടുവരികയാണ്. ഇദ്ദേഹത്തിന് വിശക്കുന്നുണ്ടാവും, തണുക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ് കാണാൻ വന്നത് എന്നാണ് മദർ കരുതിയത്. പുതപ്പും ഭക്ഷണമൊക്കെ ആയിട്ട് മദർ തെരേസ പുറത്തേക്ക് വന്നിട്ട് ഇദ്ദേഹത്തിന് അത് നീട്ടിക്കൊടുക്കുകയാണ്. സഹോദര, ഇവിടെ ഇരിക്കുക, ഈ ഭക്ഷണം കഴിക്കുക. ഉടനെ ഈ സഹോദരൻ എന്താ പറഞ്ഞതെന്നറിയോ? മദറേ, ഞാൻ കാണാൻ വന്നത് പുതപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടല്ല, ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് വിശപ്പുള്ളത് കൊണ്ട് വന്നതല്ല, ഞാൻ എൻ്റെ സന്തോഷം അമ്മയെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറയുന്ന കേട്ടു, അമ്മയ്ക്ക് എന്തോ വലിയ ബഹുമതി കിട്ടിയെന്ന്, അമ്മയെ ലോകം ആദരിച്ചു എന്ന്, വലിയൊരു സമ്മാനം അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്ന കേട്ടു. അതുകൊണ്ട് എൻ്റെ സന്തോഷം അറിയിക്കാൻ വന്നതാണ്. അമ്മയ്ക്ക് ഒരു കൊച്ചു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഉടനെ മദർ തെരേസ വിടർന്ന കണ്ണുകളോടെ എന്ത് സമ്മാനമാണാവോ ഈ സഹോദരൻ തരാൻ പോകുന്നേ? അന്നേരം ഉടനെ ഈ സഹോദരൻ പറയാൻ, അമ്മേ, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഞാൻ ഭിക്ഷ യാചിച്ച് കിട്ടിയിട്ടുള്ള മുഴുവൻ തുകയും ഞാൻ അമ്മയ്ക്ക് തരുകയാണ്. അമ്മ ഇത് സ്വീകരിക്കണം കേട്ടോ, എൻ്റെ ഒരു സന്തോഷമാണ്, എൻ്റെ ഒരു സ്നേഹമാണ്. അമ്മ ഭിക്ഷ യാചിച്ചു കൊണ്ടുവന്ന ആ പാത്രത്തിലേക്ക് ഒന്ന് കണ്ണ് തുറന്ന് നോക്കി. അതിൽ നോക്കിയപ്പോൾ ആകെ 75 പൈസ. അതാണ് ഈ സഹോദരൻ ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ട് ഭിക്ഷ യാചിച്ചിട്ട് കിട്ടിയിട്ടുള്ള സമ്പാദ്യം. മദർ തെരേസ പറയുകയായിരുന്നു, യുനെസ്കോ പുരസ്കാരം കിട്ടിയതിലും ലോകം മുഴുവനും അംഗീകരിക്കുന്നതിലും എത്ര വലിയ അവാർഡാണെങ്കിലും അതിലേക്കാളൊക്കെ എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചത് ആ നിഷ്കളങ്കതയുള്ള സ്നേഹമുള്ള ആ സഹോദരൻ്റെ 75 പൈസയാണ്. ആ സഹോദരൻ്റെ മനസ്സും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അംഗീകരിക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ ആ സഹോദരൻ കാണിച്ച ആ വലിയ തീക്ഷ്ണതയും ആ വലിയ ഉത്സാഹവും ഇന്നും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് മദർ പറഞ്ഞത് ഇന്നും നമ്മുടെയൊക്കെ മനസ്സിനെ ഏറെ സ്വാധീനിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്നേഹത്തിൻ്റെ വലിപ്പമാണ് നമ്മളെ ഏറ്റവും സ്വാധീനിക്കുക. പ്രവൃത്തികളുടെ വലിപ്പമല്ല, വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല, കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പം അത് സ്നേഹത്തോടെയുള്ളൊരു പ്രവൃത്തിയാണെങ്കിൽ മനസ്സിനെ സ്വാധീനിക്കും, ജീവിതത്തെ സ്വാധീനിക്കും. അതല്ലേ ചിലപ്പോഴെങ്കിലും ചില വാക്കുകൾ ചില മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുക. ചില ജീവിതങ്ങൾ അധികമൊന്നും അവർ പ്രവർത്തിക്കുന്നില്ല, അധികമൊന്നും അവർ ചെയ്യുന്നില്ല, അവർ സമൂഹ മധ്യത്തിലേക്ക് വരുന്നില്ല, മറ്റുള്ളവരുടെ മുൻപിലേക്ക് ഒന്നും വരുന്നില്ല, രഹസ്യത്തിൽ വളരെ ചെറിയ സാധാരണ ജീവിതം നയിച്ചാലും അനേകരെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നു. അനേകം മനസ്സുകളിൽ അവർക്ക് ഇടം കിട്ടുന്നു, അനേക ഹൃദയങ്ങളിൽ അവരെന്നും ജീവിക്കുന്നു. വിശുദ്ധർ അങ്ങനെയല്ലേ? എല്ലാ വിശുദ്ധരും അങ്ങനെയല്ലേ? ജീവിച്ചിരുന്നപ്പോൾ അവരെക്കുറിച്ച് കാര്യമായിട്ട് ആർക്കും അറിയത്തില്ലായിരുന്നു, അവരെന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ മരണത്തിന് ശേഷം സ്വർഗം അവരെ മാനിക്കുന്നു, സ്വർഗം അവരെ അംഗീകരിക്കുന്നു, സ്വർഗം അവരെ ആദരിക്കുന്നു. ഈ ലോക ജീവിതത്തിൻ്റെ അധ്വാനങ്ങൾക്ക് ശേഷം എല്ലാ സമ്മാനവും ഒരുക്കി വെച്ച കർത്താവ് മരണത്തിന് ശേഷം അവരെ ഇതാ നിത്യമായ സന്തോഷത്തിലേക്ക്, നിത്യമായ സൗഭാഗ്യത്തിലേക്ക് നയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അത് തന്നെയല്ലേ? മദർ തെരേസ അത് തന്നെയല്ലേ നമ്മളോടും പറഞ്ഞു തരിക? കുഞ്ഞെ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഹൃദയത്തിൽ സ്നേഹം ഉണ്ടായിരിക്കട്ടെ, ഹൃദയത്തിൽ ആഴത്തിലുള്ളൊരു സ്നേഹം ഉണ്ടായിരിക്കട്ടെ, ഹൃദയം മുഴുവനും സ്നേഹം കൊണ്ട് നിറയട്ടെ. ഈ സ്നേഹത്തിൽ നിന്ന് മറ്റുള്ളവരെ കാണാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, എത്ര വലിയ ഞെരുക്കത്തിലൂടെ കടന്നുപോയാലും ഈ സ്നേഹത്തിലൂടെ അനേകരെ ആശ്വസിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും കഴിയട്ടെ. അതുമാത്രമല്ലേ മദർ തെരേസ ഇന്ന് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുക? അമ്മ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായും ഏത് സാഹചര്യത്തിലും അമ്മയുടെ ആ സാന്ത്വനത്തിനും അമ്മയുടെ വലിയ ഇടപെടലിനും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ മദർ തെരേസായ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ നമുക്കും നമ്മുടെ മനസ്സിലും ഒരു വലിയ മാതൃഭാവം, സ്നേഹത്തിൻ്റെ ഒരു മാതൃഭാവം വീണ്ടും എന്നിൽ പുതുക്കി തരണേന്ന്
പുതുമയുള്ളതാക്കി തരണേന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ദിവ്യകാരുണ്യനാഥൻ്റെ അരികിൽ പ്രാർത്ഥനയോടെ അമ്മ ഇരിക്കുമായിരുന്നു, ശക്തി സംഭരിക്കാൻ. പ്രതികൂല സാഹചര്യങ്ങൾ, എതിർപ്പുകളൊക്കെ നേരിട്ടിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ സ്വീകരിച്ചിട്ടൊന്നുമില്ല. കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. തെറ്റിദ്ധാരണകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നേരമൊക്കെ ഏക ആശ്രയം ക്രിസ്തു മാത്രമാണ്. മണിക്കൂറുകൾ ഒറ്റ ഇരിപ്പാണ്. ഇന്നും കൊൽക്കത്തയിലെ മാതൃഭവനത്തിലേക്ക് ചെന്നാൽ നല്ല ഒരു സ്റ്റാച്ചു, മദറിൻ്റെ ഒരു സ്റ്റാച്ചു അവിടെ വച്ചിട്ടുണ്ട്. കണ്ടാൽ നമുക്കറിയാം, ഒറ്റ ഇരിപ്പാണ്. അമ്മ എങ്ങനെയാണോ പ്രാർത്ഥിക്കാനിരുന്നേ അതുപോലെ ഒറ്റ ഇരിപ്പ്. ഈശോയെ മാത്രം കണ്ടിട്ട് വേറെ ഒന്നും ശ്രദ്ധിക്കാറില്ല. ഈശോയിൽ നിന്ന് മാത്രം ശക്തി സംഭരിച്ചിട്ട് പ്രലോഭനങ്ങളെ മുഴുവൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ലൊറേറ്റോയിലേക്ക് തിരിച്ചു പോയാലോ, വന്ന ഭവനത്തിലേക്ക് തന്നെ തിരിച്ചു പോയാലോ ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും പിന്തിരിഞ്ഞു പോയിട്ടില്ല. അമ്മയ്ക്ക് ശക്തി മുഴുവൻ ദിവ്യകാരുണ്യനാഥൻ കൊടുക്കുകയായിരുന്നു. മദർ തെരേസ പറഞ്ഞു തരും, പരിത്യാഗത്തിൻ്റെ അരൂപിയില്ലാതെ, പ്രാർത്ഥനയുടെ ജീവിതമില്ലാതെ, പ്രായശ്ചിത്തത്തിൻ്റെ മനോഭാവമില്ലാതെ ദൗത്യം പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. പ്രാർത്ഥനയുടെ ജീവിതമില്ലാതെ, പ്രായശ്ചിത്തത്തിൻ്റെ അരൂപിയില്ലാതെ, പരിത്യാഗത്തിൻ്റെ പ്രവൃത്തികളില്ലാതെ ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥന വേണം, പ്രായശ്ചിത്തം വേണം, പരിത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. അമ്മയ്ക്ക് എപ്പോഴും സഹായമായിട്ട് ഉണ്ടായിരുന്നത് ആവിലായിലെ അമ്മ ത്രേസ്യായും വിശുദ്ധ കൊച്ചു ത്രേസ്യായാണ്. ഇവർ രണ്ടുപേരും വലിയ കൂട്ടുകാരെ പോലെയായിരുന്നു. എവിടേക്ക് പോയാലും ഇവർ രണ്ടുപേരും സഹായത്തിനുണ്ടാവും. കൂട്ടുകൂടി ഈ വിശുദ്ധരോട് വർത്താനമൊക്കെ പറഞ്ഞ്, അവരോട് സംസാരിച്ച്, അവരോട് തമാശയൊക്കെ പറഞ്ഞ്, ചിരിച്ചു കളിച്ച്, എപ്പോഴും സന്തത സഹചാരികളെ പോലെ ആവിലായിലെ അമ്മ ത്രേസ്യായും വിശുദ്ധ കൊച്ചു ത്രേസ്യായും മദർ തെരേസയെ സ്നേഹിക്കാനും സഹായിക്കാനും സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമുള്ളതാക്കി തീർക്കാനും എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. വിശുദ്ധരെപ്പോഴും തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു, ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. വിശുദ്ധരോട് എപ്പോഴും ഒരു ആത്മീയ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗത്തിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള എല്ലാ വിശുദ്ധരോടും നമുക്കും കൂട്ടുകൂടണം. മദർ തെരേസയോട് ഒത്തിരി സ്നേഹത്തോടെ നമുക്കും കൂട്ടുകൂടാം. ഏത് വേദനയുടെ നിറവിലും നമുക്കും പ്രാർത്ഥിക്കാം, മദറേ ഞങ്ങളുടെ കൂടെ വരണോട്ടോ. തീരുമാനങ്ങൾ എടുക്കാൻ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, എല്ലാവരും ഒരേ സ്വരത്തിൽ ഇത് വേണ്ട, അല്ലെങ്കിൽ ഇത് നടക്കത്തില്ല, ഇത് സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുമ്പോൾ, ഇത് ദൈവത്തിൻ്റെ സ്വരം എന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റാൻ മുന്നോട്ട് പോകാൻ, മദറേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന്, എന്നെ സഹായിക്കണേ എന്ന്, എൻ്റെ ഒപ്പം നിൽക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല തിരുനാൾ ദിവസം, മദർ തെരേസയെ ഓർക്കുന്ന ഈ നല്ല തിരുനാൾ ദിവസം, സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരോടുമൊപ്പം നമുക്കും സന്തോഷിക്കാം. നമ്മുടെ കൂടെയുള്ള മദറിനെ ഓർത്ത്, നമ്മുടെ ഒപ്പമുള്ള ഈ മദറിനെ ഓർത്ത് നല്ല ദൈവം വിശുദ്ധരാകാൻ നമ്മളെയും സഹായിക്കട്ടെ. നല്ല ദൈവം വിശുദ്ധമായ ജീവിതം കാഴ്ചവെക്കാൻ നമ്മളെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകളടച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സ്വർഗത്തിലേക്കുള്ള യാത്ര ലക്ഷ്യം വെച്ച് ഈ ഭൂമിയിലെ വേദനകളും സന്തോഷങ്ങളുമൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒരുക്കത്തിൻ്റെ ദിനങ്ങളായി ഈ ജീവിതയാത്രയെ കാണാൻ ഞങ്ങളെ സഹായിക്കണേ. ദൈവഹിതം എന്തെന്ന് എപ്പോഴും മനസ്സിലാക്കാൻ, അത് മാത്രം നിറവേറ്റുന്നവരായി തീരാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യം തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.